Assalamualaikum warahmatullahi wabarakatuh. Easy Arabic Learning Course in Malayalam ഭാഗം 14. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. നമ്മൾ സിഫത്തുകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത്, അഥവാ അഡ്ജക്റ്റീവ്. അതിൻ്റെ ബാക്കിയാണ്. ഇവിടെ ഒന്ന് വായിക്കാം. അന സഈദുൻ, അന്ത സഈദുൻ, അന്തി സഈദത്തുൻ, അന്തുമാ സഈദാനി, അന്തുമാ സഈദത്താനി, ഹുവ സഈദുൻ, ഹിയ സഈദത്തുൻ. അതിൻ്റെ നെഗറ്റീവ് ഫോം ഇപ്പുറത്ത് കാണാം. എന്താ പറയുന്നത്? അന ലസ്തു സഈദൻ, അന്ത ലസ്ത സഈദൻ, അന്തി ലസ്തി സഈദത്തൻ, അന്തുമാ ലസ്തുമാ സഈദൈനി, അന്തുമാ ലസ്തുമാ സഈദത്തൈനി, ഹുവ ലൈസ സഈദൻ, ഹിയ ലൈസത്ത് സഈദത്തൻ. വളരെ ക്ലിയർ അല്ലേ? എന്താ അർത്ഥം? അന സഈദുൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അന ലസ്തു സഈദൻ, ഞാൻ ഹാപ്പി അല്ല. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഹെഡിങ് കാണുന്നുണ്ടോ? ഇവിടെ അനയും ഇവിടെ അന പ്ലസ് ലൈസയും. അന പ്ലസ് ലൈസ എന്ന് കാണാമല്ലോ. അന പ്ലസ് ലൈസ. അപ്പം അന എന്ന് പറഞ്ഞാൽ ഞാൻ, ലൈസ എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം. ഈ ലൈസ എന്നുള്ളതിന് അതൊരു വർബല്ല, അതേസമയം ഒരു വർബാണ് താനും. അതായത് ഫേലല്ല, അതേസമയം ഫേലാണ്. ഫേലിൻ്റെ ചില ഗുണങ്ങളൊക്കെ അതിനുണ്ട്. അതുകൊണ്ട് ഈ അന എന്നുള്ളതിൻ്റെ കൂടെ ലൈസ പറയുമ്പോൾ അതിന് ലസ്ത എന്നാണ് പറയുക, ലസ്തു എന്നാണ് പറയുക. അന്ത എന്നുള്ളതിൻ്റെ കൂടെ ലസ്ത എന്ന് പറയും. അന്തി ലസ്തി, അന്തുമ ലസ്തുമ, അന്തുമ ലസ്തുമ, ഹുവ ലൈസ, ഹിയ ലൈസത്ത്. കാണുന്നുണ്ടല്ലോ? അപ്പോൾ ലൈസ ലൈസ, ലൈസു, ലൈസത്ത് ലൈസത്ത, ലസ്ന ലസ്ത ലസ്തുമ, ലസ്തും, ലസ്തി ലസ്തുമ, ലസ്തുന്ന, ലസ്തു ലസ്ന. ഇങ്ങനെയാണ് അതിനെ നമ്മൾ സർഫാക്കൽ. അത് ഇൻഷാ അല്ലാഹ് അറബി ഗ്രാമർ ഒന്നുകൂടി അഡ്വാൻസ്ഡായി പഠിക്കുമ്പോൾ വിശദമായി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ അന ലസ്തു സഈദൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഒരു കൺവെർസേഷൻ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പറയാമെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നുള്ളത്. അന സഈദുൻ, അന സഈദുൻ എന്ന് നമുക്ക് പറയുന്നതിന് പകരം, അഥവാ ഐ ആം ഹാപ്പി എന്ന് പറയുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ ദുഃഖിതനാണെന്ന് പറയാൻ എങ്ങനെയാണ് പറയേണ്ടത്? അന ഹസീനുൻ അല്ലേ? ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതിന് ഓപ്പോസിറ്റ് ഞാൻ ദുഃഖിതനാണെന്ന് പറയാൻ അന ഹസീനുൻ എന്ന് പറയാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് പറയാതല്ല, ഞാൻ ഹാപ്പി അല്ല എന്നിങ്ങനെ പറയൽ. ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ദുഃഖിതനാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെന്താ ഞാൻ പറയുന്നത്? ഞാൻ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്? അതാണ് അന സഈദുൻ, അന ലസ്തു സഈദൻ, അന ലസ്തു സഈദൻ. അപ്പോൾ ലൈസ എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായ ഫോമുകളാണ് ഇവിടെ വരുന്നുള്ളത്. ഈ ലൈസ എന്നുള്ളതിൻ്റെ ഫോമാണ് ഇവിടെ, വ്യത്യസ്തമായ ഫോംസാണ് വരുന്നുള്ളത്. അന ലസ്തു സഈദൻ, അന്ത ലസ്ത സഈദൻ. ഇവിടെ നോക്കൂ, അന്ത സഈദുൻ, അന്ത ലസ്ത സഈദൻ. അപ്പോൾ ഇവിടെ ലസ്തു എന്നാണ് പറഞ്ഞത്. താഴെ അന എന്ന് പറഞ്ഞപ്പോൾ ലസ്തു എന്ന് പറഞ്ഞു, അന്ത എന്ന് പറഞ്ഞപ്പോൾ ലസ്ത എന്ന് പറഞ്ഞു അല്ലേ? അത് തന്നെയാണ് വ്യത്യാസം. നീ എന്ന് പറയുമ്പോൾ ലസ്ത, അന ലസ്തു, അന്തി ലസ്തി, അന്തി ലസ്തി, അന്തുമ ലസ്തുന്ന, അന്തുമ ലസ്തുമ, അന്തുമ ലസ്തുമ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എന്ത് തന്നെ പറയുള്ളൂ? അന്തുമ തന്നെ പറയുള്ളൂ. അറബിയിൽ രണ്ട് സ്ത്രീകളോട് സംസാരിക്കുകയാണെങ്കിലും രണ്ട് പുരുഷന്മാരോട് സംസാരിക്കുകയാണെങ്കിലും അന്തുമാനേ പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫോം കൊണ്ടുവരുമ്പോൾ ലൈസ് ചേർക്കുമ്പോഴും സെയിം തന്നെയാണ്. ലസ്തുമ എന്നേ പറയുള്ളൂ, ലസ്തുമ എന്ന് തന്നെ പറയുള്ളൂ. ഹുവ സഈദുൻ, ഹുവ ലൈസ സഈദൻ, ഹുവ സഈദുൻ, ഹുവ ലൈസ സഈദൻ, ഹിയ സഈദത്തുൻ, ഹിയ ലൈസത്ത് സഈദത്തൻ. ഓക്കെ, ഇനി
അക്മിൽ കമാഫിൻ നമൂദജി. അന ഖായിഫുൻ, അന ലസ്തു ഖായിഫൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഈ പറയുന്ന വാചകങ്ങൾ നമ്മൾ പറഞ്ഞ് ശീലിക്കണം. അന്ത, അന്ത ഡാഷ് നമ്മൾ സ്വയം ഉണ്ടാക്കുക. ഉദാഹരണം പറയാം. അന്ത താലിബുൻ, അന്ത താലിബുൻ. അതിൻ്റെ ലൈസ കൂട്ടി അങ്ങനെ പറയാം. അന്ത ലസ്ത താലിബൻ, അന്ത ലസ്ത താലിബൻ. നീ ഒരു സ്റ്റുഡൻ്റാണ്, നീ സ്റ്റുഡൻ്റ് അല്ല. അൻതി, അൻതി മുഅല്ലിമത്തുൻ, അൻതി മുഅല്ലിമത്തുൻ. നീ ഒരു ടീച്ചറാണ്. അൻതി ലസ്തി മുഅല്ലിമത്തൻ, നീ ഒരു ടീച്ചർ അല്ല. അൻതുമ, അൻതുമ ചേർത്ത് പറയാം. അൻതുമ റാക്കിബാനി, അൻതുമ റാക്കിബാനി. നിങ്ങൾ രണ്ടുപേരും വാഹനം കയറി പോകുന്നുണ്ട്. അൻതുമ ലസ്തുമ റാക്കിബൈനി, നിങ്ങൾ രണ്ടുപേരും വാഹനം കയറി പോകുന്നില്ല. അൻതുമ ദാരിസത്താനി. ഇവിടെ ആദ്യം പറയുന്നത് ബോയ്സിന് വേണ്ടി അൻതുമ എന്ന് ഉപയോഗിക്കുക. രണ്ടാമത്തെ അൻതുമ ഗേൾസിന് വേണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണത്തിൻ്റെ പാറ്റേൺ തന്നെ ശ്രദ്ധിക്കണമല്ലോ. അൻതുമ ദാരിസത്താനി, അൻതുമ ലസ്തുമ ദാരിസത്തൈനി. അങ്ങനെ തന്നെ പഠിക്കണം. ഹുവ ഹിയ. അപ്പോൾ സ്വന്തം നിങ്ങൾ അതുണ്ടാക്കുക. ഇനി അന കരീമുൻ, അന ലസ്തു ബഖീലൻ. ഒന്നും കൂടി അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുകയാണ്. അന കരീമുൻ, ഞാൻ നല്ല ജനറസാണ്, നന്നായി കൊടുക്കുന്നവനാണ്. അത് മറ്റൊന്നിലേക്ക് പറയാം. എന്ത്? അന ലസ്തു ബഖീൽ, ഞാൻ എന്തല്ല, ബഖീലല്ല. ബഖീൽ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ലുബ്ധനല്ല, ഞാൻ പിഷ്ക് കാണിക്കുന്നവനല്ല. അതിൻ്റെ അർത്ഥം ഞാൻ കൊടുക്കുന്നവനാണ് തന്നെയാണ്. അന നഷീത്തുൻ, അന്ത ലസ്ത കസൂലൻ. അന്ത നഷീത്തുൻ, അന്ത ലസ്ത കസൂലൻ. ഇതൊക്കെ ഇതേ പാറ്റേൺ നമ്മൾ പറഞ്ഞ് ശീലിക്കുക, വേറൊരു വഴിയുമില്ല. അൻതി ത്വവീലത്തുൻ, അൻതി ലസ്തി ഖസീറത്തൻ. ഇതൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ്. അൻതുമ ഖായിഫാനി, അൻതുമ ലസ്തുമ ആമിനൈനി, അൻതുമ ഖായിഫത്താനി, അൻതുമ ലസ്തുമ ആമിനത്തൈനി. ഹുവ സഈദുൻ, ഹുവ ലൈസ ഹസീനൻ, ഹിയ ജമീലത്തുൻ, ഹിയ ലൈസത്ത് ഖബീഹത്തൻ. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതല്ലേ ലൈസ കൂട്ടി മറ്റൊരു രൂപത്തിൽ ഈ പറഞ്ഞത് ആവർത്തിച്ച് വേറെ രൂപത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതേ മോഡലിൽ ബാക്കി ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അന കവിയുൻ, അന ലസ്തു ദഈഫൻ, അൻത സഈദുൻ. അങ്ങനെ പറയാം. അൻത ലസ്ത സഈദൻ, അൻതി ശുജാഅത്തുൻ, അൻതി ലസ്തി ശുജാഅത്തൻ, അൻതുമ ത്വവീലാനി, അൻതുമ ലസ്തുമ ത്വവീലൈനി, അൻതുമ ജമീലത്താനി, അൻതുമ ലസ്തുമ ജമീലത്തൈനി. ഹുവ കരീമുൻ, ഹുവ ലൈസ കരീമൻ. അല്ലേ? വളരെ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റല്ല പറയേണ്ടത്. അന കവിയുൻ, അന ലസ്തു ലഈഫൻ, അന കവിയുൻ, അന ലസ്തു ലഈഫൻ. അപ്പോൾ അന സഈദുൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്? അന്ത ലസ്ത ഹസീനൻ, അങ്ങനെയാണ് പറയേണ്ടത്. അന്ത ലസ്ത ഹസീനൻ നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതുകൊണ്ട് പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അന്തി ശുജാഅത്തുൻ എന്താ പറയേണ്ടത്? അതിൻ്റെത് അന്തി ലസ്തി ഖായിഫത്തൻ, അന്തി ലസ്തി ഖായിഫത്തൻ. അൻതുമ ത്വവീലാനി അതെങ്ങനെ പറയേണ്ടത്? അൻതുമ ലസ്തുമ ഖസീറത്തൈനി, അൻതുമ ലസ്തുമ ഖസീറൈനി, അൻതുമ ലസ്തുമ ഖസീറൈനി. അൻതുമ ജമീലത്താനി, അൻതുമ ലസ്തുമ ഖബീഹത്തൈനി. ഹുവ കരീമുൻ, ഹുവ ലൈസ ബഖീലൻ, ഹിയ ദക്കിയത്തുൻ, ഹിയ ലൈസത്ത് ഖബീഹത്തൻ. അങ്ങനെ നമ്മൾ സ്വയം കണ്ടെത്തുക ഓരോന്നിൻ്റെയും അർത്ഥവും കാര്യങ്ങളൊക്കെ. അക്മിൽ കമാഫിൽ മിസാലി. ഖാലിദുൻ വലദുൻ നശീത്തുൻ, അലിയുൻ തിഫ്ലുൻ ദക്കിയുൻ. നമ്മൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി? ചേർത്താൽ മതി. റജുലുൻ മുഹദ്ദബുൻ, അല്ലേ?
ജാബിറുൻ റജുലുൻ ഖവിയുൻ, ഉമറു റജുലുൻ ത്വവീലുൻ, കമാൽ റജുലുൻ കരീമുൻ, സമീറു താലിബുൻ മുജ്തഹിദുൻ. ഇവിടെ അതിൻ്റെ നേരെ പിന്നെ സ്ത്രീലിംഗമാണ്. റക്കിയുൻ സമീറത്തു താലിബത്തുൻ റക്കിയത്തുൻ, മുഹദ്ദബ് ഖുലൂദ് മുഅല്ലിമത്തുൻ മുഹദ്ദബത്തുൻ, ഖവി മറിയമു ഫതാത്തുൻ ഖവിയ്യത്തുൻ, ത്വവീൽ സൈനബു തിഫ്ലത്തുൻ ത്വവീലത്തുൻ, കരീം സുആദു ഇംറഅത്തുൻ കരീമത്തുൻ, മുജ്തഹിദുൻ അമലു ആമിലത്തുൻ മുജ്തഹിദത്തുൻ. അർത്ഥം അറിയാലോ. ഫാത്തിമ അലി കുട്ടിയാണ്, അഹമ്മദ് ഒരു പുരുഷനാണ്, ജാബിർ ഒരു പുരുഷനാണ്, ഉമർ ഒരു പുരുഷനാണ്, കമാൽ ഒരു പുരുഷനാണ്, സമീർ ഒരു കുട്ടിയാണ്. ഇനി ഇവിടെ സമീറ ഒരു വിദ്യാർത്ഥിയാണ്, ഖുലൂദ് ഒരു ടീച്ചറാണ്, മറിയം ഒരു യുവതിയാണ്, സൈനബ് ഒരു പെൺകുട്ടിയാണ്, സുആദ് ഒരു പെണ്ണാണ്, ആമല് ഒരു ആമിലെന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീയാണ്, വർക്കറാണെന്നർത്ഥം. ഇനി ഇതിൻ്റെ എക്സസൈസ് വീണ്ടും ഹൽ ഹാദൽ ആമിലു ഖവിയുൻ, നഅം ഹാദൽ ആമിലു ഖവിയുൻ. അതായത് നഅം എന്നതുകൊണ്ട് മറുപടി പറയുക എന്നുള്ളതാണ്. അജിബു ബി നഅം, നഅം കൊടുത്തിട്ട് മറുപടി പറയുക. ഹൽ ഹാദൽ ആമിലു ഖവിയുൻ, നഅം ഹാദൽ ആമിലു ഖവിയുൻ. ഹൽ ഹാദർ റജുലു സുജാഉൻ, നഅം ഹാദർ റജുലു സുജാഉൻ. ഹൽ ഹാദ ത്വിഫ്ലു ദക്കിയുൻ, നഅം ഹാദ ത്വിഫ്ലു ദക്കിയുൻ. ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഹൽ ഹാദിഹി സുൽഹഫാത്തു ബത്തിയത്തുൻ, ഈ ഒരു ആമ വളരെ സ്ലോ പോകുന്നതാണോ? നഅം ഹാദിഹി സുൽഹഫാത്തു ബത്തിയത്തുൻ. ഹൽ ഹാദിഹിൽ ഖിത്തത്തു ജായിഅത്തുൻ, ഈ പൂച്ച വിശക്കുന്നുണ്ടോ? നഅം ഹാദിഹിൽ ഖിത്തത്തു ജായിഅത്തുൻ. ഹൽ ഹാദിഹിൽ ബിന്തു സമീനത്തുൻ, ഈ പെൺകുട്ടി തടിച്ചവളാണോ? നഅം ഹാദിഹിൽ ബിന്തു സമീനത്തുൻ. ഹൽ ഹാദിഹിൽ ഗസാലത്തു സരിഅത്തുൻ, നഅം ഹാദിഹിൽ ഗസാലത്തു സരിഅത്തുൻ. ഇങ്ങനെ പറഞ്ഞ് പഠിക്കാം. ഇനി നിറങ്ങളെക്കുറിച്ച് ഇത് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അബിയദ് വെളുത്ത, അസ്വദ് കറുത്ത, അസ്ഫർ മഞ്ഞ നിറം, അഖ്ദർ പച്ച നിറം, അഹ്മർ ചുവപ്പ് നിറം, അസ്റഖ് നീല. ഇവിടെ നോക്കൂ. ഹാദ ഖമീസുൻ അബിയദു, ഇത് വെളുത്ത കുപ്പായം ഖമീസ്. ഹാദ ഖമീസുൻ അസ്വദു, ഇത് കറുത്ത ഖമീസാണ്. ഹാദ ഖമീസുൻ അസ്ഫറു, ഇത് മഞ്ഞ നിറത്തിലുള്ള ഖമീസാണ്. ഹാദ ഖമീസുൻ അഖ്ദറു, ഇത് പച്ച നിറത്തിലുള്ള ഖമീസാണ്. ഹാദ ഖമീസുൻ അഹ്മറു, ഇത് ചുവപ്പ് നിറത്തിലുള്ള ഖമീസാണ്. ഹാദ ഖമീസുൻ അസ്റഖു, ഇത് നീല നിറത്തിലുള്ള ഖമീസാണ്. ഇവിടെ നോക്കൂ. ഖമീസ് എന്ന് പറഞ്ഞാൽ കുപ്പായം എന്നാണ്, നീളക്കുപ്പായം നടത്തുന്നുണ്ട്. അഥവാ നമ്മൾ സാധാരണ കന്തൂർ എന്ന് പറയുമല്ലോ. ഹാദിഹി ഇമാമത്തുൻ ബൈള, ഇത് വെളുത്ത നിറത്തിലുള്ള ഒരു ഇമാമത്ത് പറഞ്ഞാൽ തലയ്ക്കെട്ട്. ഹാദിഹി ഇമാമത്തുൻ സൗദ, കറുത്ത നിറത്തിലുള്ള തലയ്ക്കെട്ടാണ്. ഹാദിഹി ഇമാമത്തുൻ സഫ്ര, മഞ്ഞ നിറത്തിലുള്ള തലയ്ക്കെട്ട്. ഹാദിഹി ഇമാമത്തുൻ ഖളറ, പച്ച നിറത്തിലുള്ള തലയ്ക്കെട്ട്. ഹാദിഹി ഇമാമത്തുൻ ഹംറ, ചുവപ്പ് നിറത്തിലുള്ള തലയ്ക്കെട്ട്. ഹാദിഹി ഇമാമത്തുൻ സർഖ, നീല നിറത്തിലുള്ള തലയ്ക്കെട്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? അബിയലുൻ എന്നുള്ളത് മാസ്കുലിൻ അഥവാ ഖമീസ് എന്നുള്ള പുല്ലിംഗത്തിനുള്ള സിഫത്താണ്. അതുകൊണ്ട് അബിയൽ എന്ന് പറഞ്ഞു. ഇവിടെ ഇമാമത്ത് കണ്ടല്ലോ. ഇമാമത്തിൽ എന്തുണ്ട്? ഒരു ഹാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാത്ത അഥവാ സ്ത്രീലിംഗമാണ് ഇമാമത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇമാമത്ത് എന്നുള്ള മുഅന്നസ് എന്ന അറബിയിൽ പറയാം. ആ മുഅന്നസിന് സിഫത്ത് പറയുമ്പോൾ അബിയൽ മാറ്റിയിട്ട് നമ്മൾ ബൈള എന്ന് പറഞ്ഞു. അബിയൽ മാറ്റിയിട്ട് ബൈള എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഖമീസ് എന്നുള്ളത് മുദക്കറായതുകൊണ്ട് അബിയൽ എന്ന് പറഞ്ഞു. ഇമാമത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് അബിയലിൻ്റെ മുഅന്നസ് തഅനീസിൻ്റെ ഫോം എടുത്തു. അതോ അബിയലിന് ബൈള. അസ്വദ് അതേ രൂപത്തിലാണ് ബാക്കിയൊക്കെ. അസ്വദ് സൗദ, അസ്ഫർ സഫ്ര, അഖ്ദർ ഖളറ, അഹ്മർ ഹംറ, അസ്റഖ് സർഖ. ഇനി ഫിൽ ചെയ്യാൻ പറയാണ്. ഹാദ ഖമീസുൻ അഖ്ദറു, ഹാദി ഖുറത്തുൻ ഖളറ.
ഇതേ രൂപത്തിൽ പറയാം. ഹാദാ ഹിദാഉൻ അസ്റഖ് അല്ലേ? ഹാദാ ഹിദാഉൻ അസ്റഖ്. എന്താ അസ്റഖ് എന്ന് പറയാൻ കാരണം? നീല കളറ്. ഇത് മാസ്കുലിനാണ്. അതേസമയം ഇവിടെ താഴുണ്ട്, ഹാത്ത ഉണ്ട്. ഹാദിഹി മൗസത്തുൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഹാത്ത ഉണ്ട്. അതുകൊണ്ട് എന്താ പറയേണ്ടത്? ഹാദിഹി മൗസത്തുൻ സൊഫ്ര. അസ്ഫർ എന്ന് പറയാൻ പാടില്ല, സൊഫ്ര എന്നാണ് പറയേണ്ടത്. അത് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം. ഹാദ ഹിസാൻ കുതിര, ഹാദിഹി തുഫാഹത്തുൻ, ഹാദ കലമുൻ, ഹാദിഹി സയ്യാറത്തുൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.